ദ ജേർണലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അതിദയനീയമായ പ്രഹരമാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ഇത്രയും ദയനീയമായൊരു തോൽവി ഒരിക്കലും CPM കേന്ദ്രങ്ങളോ CPM-ന് വേണ്ടി സർവേ നടത്തിയവരോ ഇന്റലിജൻസോ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനുള്ള കാരണം ജനങ്ങൾ അത്രയേറെ CPM-നെ, പിണറായി വിജയനെ, ആ ഭരണത്തെ, അവരുടെ രാഷ്ട്രീയ സാമുദായിക നിലപാടുകളെ വെറുത്തിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ പോലും ഇത്രയും ദയനീയമായ ഒരു പതനം CPM-ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങൾക്കപ്പുറം ചില സാമുദായിക താല്പര്യങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് മതപരമായ ചില കാരണങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പാനന്തരം CPM ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ വ്യക്തമായി മനസ്സിലായിട്ടുള്ള കാര്യം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, വെള്ളാപ്പള്ളിയെ പോലുള്ള മുസ്ലിം വിരുദ്ധരെ, തികഞ്ഞ വർഗീയവാദികളെ സ്വന്തം വാഹനത്തിൽ കയറ്റി സ്വന്തം നേതാവായി സർക്കാർ വേദികളിൽ കൊണ്ടു നടന്ന് ആനയിച്ച് തികഞ്ഞ മുസ്ലിം വിരുദ്ധതയും മലപ്പുറം വിരുദ്ധതയും ആളിക്കത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്ത് ഇങ്ങനെയുള്ളവരാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന രീതിയിൽ പൊതുവേദികളിലടക്കം പ്രസംഗിച്ച് പ്രൊമോട്ട് ചെയ്ത പിണറായി വിജയനുള്ള ശക്തമായ തിരിച്ചടി കൊടുത്തവരിൽ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്, പൊതുവിൽ ന്യൂനപക്ഷങ്ങളാണ് എന്നുകൂടി ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് CPM-ന്റെ പോലും വിലയിരുത്തൽ. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നടന്ന് ഒരു വലിയ നവോത്ഥാന നേതാവ് എന്ന നിലയിൽ വാഴ്ത്തിയത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള അവമതിപ്പ് CPM-നെതിരെ ഉണ്ടാക്കി, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉണ്ടാക്കി. അതിനെ തുടർന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ കേരളത്തിലുണ്ടായി. അതായത് തെക്ക് മുതൽ വടക്ക് വരെ, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ, വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി LDF-നെതിരെ നിലപാടെടുത്തു. അതാണ് CPM-ന്റെ, LDF-ന്റെ അതിദയനീയമായ പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായിരുന്നു വെള്ളാപ്പള്ളി നടേശനായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും നടത്തിയ നിരന്തരമായ അധിക്ഷേപങ്ങൾ, അവഹേളനങ്ങൾ, വർഗീയത കലർന്ന വർത്തമാനങ്ങൾ, കുത്തിത്തിരിപ്പുകൾ. അതായത് PC ജോർജ് അതിരൂക്ഷമായ ഭാഷയിൽ ഇതേ കാര്യം പറഞ്ഞപ്പോൾ PC ജോർജിനെ പൊക്കിയെടുത്ത് അകത്തിടുകയും, വെള്ളാപ്പള്ളി നടേശൻ അതേ കാര്യം പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്ന് ആരാധിക്കുകയും ചെയ്യുകയായിരുന്നു CPM. ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വെറുപ്പിന് കാരണമായി. അതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. മുസ്ലിം ലീഗിനൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകാനുള്ള, മലബാർ മേഖലയിൽ കോൺഗ്രസിന്, UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിരോധം മാത്രമല്ല, വെള്ളാപ്പള്ളിയെ ആനയിച്ചു കൊണ്ടു നടന്ന ഒരു വിഷയം കൂടിയായിരുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. മുസ്ലിം ലീഗും തങ്ങളുടെ കടുത്ത അതൃപ്തി വെള്ളാപ്പള്ളി നടേശനെതിരെ ഉന്നയിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആ കാര്യങ്ങളിൽ പിടിക്കരുത് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. കാരണം അത് വലിയ വർഗീയത ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലൊരു വലിയ വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ നടത്തുന്നൊരു തന്ത്രമാണ്. അപ്പോൾ ഒരിക്കലും അതിന് തലവെച്ച് കൊടുക്കരുത് എന്ന മട്ടിൽ മുസ്ലിം ലീഗിന്റെ സമ്മതിതരായ പല നേതാക്കളും ആ വിഷയത്തിൽ നിലപാടെടുത്തുവെങ്കിലും വെള്ളാപ്പള്ളി നടേശനോടുള്ള അതൃപ്തി, രോഷം മുസ്ലിം ലീഗിന് ശക്തമായി ഉണ്ടായിരുന്നു. അതിനുശേഷം സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ ഗൗനിക്കുന്ന ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്കെതിരായ പരാമർശത്തിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നു എന്ന പ്രതീതിയാണ് തുടക്കം മുതലേ അദ്ദേഹം സൃഷ്ടിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം ലീഗിനിടയിൽ നിന്നൊക്കെ വലിയ പിന്തുണ VD സതീശന് കിട്ടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് VD സതീശൻ വെള്ളാപ്പള്ളിക്കെതിരെടുത്ത ശക്തമായ നിലപാടാണ്. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ആക്ഷേപിച്ചപ്പോൾ വെള്ളാപ്പള്ളി ഒരു വലിയ വോട്ട് ബാങ്കാണെന്ന് കരുതി അതിനോട് വളരെ കുറഞ്ഞ തോതിൽ മാത്രം പ്രതികരിച്ച രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വിഭിന്നനായി VD സതീശൻ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയും VD സതീശന് വേണ്ടി അതിരൂക്ഷമായി തെരുവിലിറങ്ങുകയും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിനെ BJP വ്യാഖ്യാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അല്ലെങ്കിൽ തീവ്രവാദികളാണ് VD സതീശന് വേണ്ടി രംഗത്ത് വന്നതെന്നാണ്. ഒന്നുമല്ല. VD സതീശന് വേണ്ടി മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഈ കേരളത്തിൽ മതനിരപേക്ഷത പുലരണമെന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു അനുകൂല വികാരം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ പൊക്കിക്കൊണ്ട് കടന്ന വർഗീയവാദിയായ, വർഗീയ വിഷം തുപ്പിയ വെള്ളാപ്പള്ളിയെ VD സതീശൻ
തുറന്നെതിർത്തു എന്നുള്ളതായിരുന്നു വി ഡി സതീശന് കിട്ടിയ, കോൺഗ്രസിന് കിട്ടിയ വലിയ ന്യൂനപക്ഷ പിന്തുണയുടെ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം കിട്ടിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇപ്പോഴിതാ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി കുടുംബത്തെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ്. വെള്ളാപ്പള്ളി നടേശന് മുന്നിൽ ഒരു പ്രജാരാജാവിന് മുന്നിൽ തൊഴുതു നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ വണങ്ങി താണു കുനിഞ്ഞ് അനുഗ്രഹം മേടിക്കുന്നത് പോലെ മന്ത്രി ബിന്ദു കൃഷ്ണ താണു കീണ് കേണു നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അവർ മന്ത്രിയാകാൻ അർഹയായ, കോൺഗ്രസിലെ ഏറ്റവും തീപ്പൊരിയായിട്ടുള്ള ഒരു വനിതാ നേതാവാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച, തൻ്റെ ജീവനും ശ്വാസവും പോലും കോൺഗ്രസ് ആണെന്ന് കരുതുന്ന, ഏറ്റവും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കോൺഗ്രസിലെ ഒരു ഗംഭീര വനിതാ നേതാവാണ് ബിന്ദു കൃഷ്ണ. ഒരു സംശയവും വേണ്ട. അത്രയധികം കാലത്തെ പ്രവർത്തന പാരമ്പര്യം ബിന്ദു കൃഷ്ണയ്ക്കുണ്ട്. പക്ഷേ ഈ ചെയ്തത്, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയുള്ള ഈ ചെയ്ത്ത് ഒരു ഒന്നൊന്നര ചെയ്ത്തായി പോയി ചേച്ചി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ആത്മാഭിമാനം കളഞ്ഞു കുളിക്കുന്ന വിധത്തിൽ, കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങൾ നൽകുന്ന അഗൈതവുമായ പിന്തുണ, മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി നൽകുന്ന പിന്തുണ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിൽ, ഒരു അശ്ലീല കാഴ്ച എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കമായി പോയി ഇത്. നോക്കുക, വെള്ളാപ്പള്ളി നടേശൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ്: സംസ്ഥാന വനിതാ ശിശുക്ഷേമ തൊഴിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഇന്ന് വെള്ളാപ്പള്ളി വസതിയിലെത്തി ദീർഘനേരം സൗഹൃദപരമായി ആശയവിനിമയം നടത്തി. സാമൂഹ്യ സാംസ്കാരിക വികസന വിഷയങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ സംബന്ധിച്ച ആശങ്കകൾ പങ്കുവയ്ക്കാൻ ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കി. ജനകീയ വിഷയങ്ങളിൽ മന്ത്രി കാഴ്ചവെക്കുന്ന ആത്മാർത്ഥതയും പ്രവർത്തന മികവും ശ്രദ്ധേയമാണ്. പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനും ജനസേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇട്ട പോസ്റ്റിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ നോക്കൂ. ഇന്നലെ രാവിലെ ഇട്ട പോസ്റ്റാണ്. അതിനടിയിൽ കോൺഗ്രസ്സുകാർ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വി ഡി സതീശൻ തോൽക്കുമെന്നും കേരളത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ വരില്ലെന്നും പിണറായി തന്നെ വീണ്ടും അധികാരത്തിലേറുമെന്നും ഒക്കെ ഏറ്റവും ഒടുവിൽ പോലും പറഞ്ഞ് കോൺഗ്രസിനെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനെയും എത്രത്തോളം കടന്നാക്രമിക്കാവുമോ അതിൻ്റെയൊക്കെ അങ്ങേ അറ്റം സകല സീമകളും ലംഘിച്ച് കടന്നാക്രമണം നടത്തിയ ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. എന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും രൂക്ഷമായ ഭാഷയിൽ കേരളത്തിൻ്റെ മതസാഹോദര്യം തകർക്കുന്ന വിധത്തിൽ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചും ഒക്കെ ഇത്രയും നാണം കെട്ട ഭാഷയിൽ വല്ലാത്ത രീതിയിലുള്ള കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന വിധത്തിലുള്ള നാണം കെട്ട പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള തികഞ്ഞ വർഗീയ നിലപാടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയുടെ മുന്നിൽ പോയി വണങ്ങി നിൽക്കുന്ന മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ചിത്രം കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ആ നിമിഷം മുതൽ ബിന്ദു കൃഷ്ണ എയറിലാണ്. കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ, അണികൾ, കോൺഗ്രസ് അനുഭാവികളൊക്കെ ബിന്ദു കൃഷ്ണയെ വളഞ്ഞിട്ട് ചീത്ത വിളിക്കുകയാണ്. എയറിൽ നിന്ന് ഇതുവരെ ബിന്ദു കൃഷ്ണ താഴെ ഇറങ്ങിയിട്ടില്ല. ഇത് കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമാണ്, കോൺഗ്രസിനെ നാണം കെടുത്തുകയാണ് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. കാരണം എന്താണ്? കോൺഗ്രസിനെ തകർക്കാൻ അങ്ങേയറ്റം പണിയെടുത്ത ഒരാളുടെ അടുത്ത് ഇയാളുടെ ഒന്നും ഒരു സഹായവുമില്ലാതെ കോൺഗ്രസ് ജയിച്ചു കാണിച്ചിട്ട്, ഇയാൾ തോൽക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ ജയിച്ച അന്തസ്സായി മുഖ്യമന്ത്രിയായിട്ട് പിന്നെ എന്തിനാണ് ഇയാളെയൊക്കെ പോയി വണങ്ങി കോൺഗ്രസിന്റെ വില കളയുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയോട് കോൺഗ്രസ്സുകാർ, ജനങ്ങൾ ചോദിക്കുകയാണ്. ചില പ്രതികരണങ്ങൾ നോക്കുക. താരാട്ടോ ജോ അലക്സ് എന്ന കോൺഗ്രസിലെ ഒരു സജീവ സൈബർ സാന്നിധ്യമാണ്. അവരിട്ടിരിക്കുന്ന പോസ്റ്റ്: കേരളത്തിന്റെ പൊതുസമൂഹം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെറും ഭരണപരമായ കാര്യക്ഷമത മാത്രമല്ല, ഭരണഘടനയുടെ ആത്മാവിനോടുള്ള പ്രതിബദ്ധതയും സാമൂഹ്യ ഉത്തരവാദിത്വവും കൂടിയാണ്. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം വഹിക്കുന്നവർ നടത്തുന്ന ഓരോ കൂടിക്കാഴ്ചയ്ക്കും അതിൻ്റെതായ രാഷ്ട്രീയ അർത്ഥമുണ്ട്. അത് വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പരിധി വിട്ട് സമൂഹത്തോട് പറയുന്ന ഒരു നിലപാടായി മാറുന്നു. അതുകൊണ്ട് തന്നെ ശ്രീമതി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് പോയി സന്ദർശിച്ച് കൈകൂപ്പി അനുഗ്രഹം വാങ്ങിയ നടപടി സാധാരണ രാഷ്ട്രീയ മര്യാദയായി മാത്രം കാണാൻ കഴിയില്ല. മതേതരത്വത്തിലും സാമൂഹ്യ നീതിയിലും വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ നീക്കം വലിയ നിരാശയും വിയോജിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള, കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തെ പലവട്ടം പരസ്യമായി അവഹേളിച്ച ഒരാളുടെ അടുത്ത് ഒരു മന്ത്രി എത്തിച്ചേർന്ന് അയാളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ പൊതുസമൂഹത്തിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അത്തരമൊരു സന്ദേശം മതേതര വിശ്വാസത്തോടെ നിൽക്കുന്നവരിൽ ആശങ്കയും പ്രതിഷേധവും സൃഷ്ടിക്കും. കോൺഗ്രസ് പ്രവർത്തകർ ആരുടെയും അടിമകൾ അല്ലാത്തത് കൊണ്ട് തുറന്ന് വിമർശിക്കുകയും ചെയ്യും. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം എന്നും തെരഞ്ഞെടുപ്പുകളിലോ വോട്ട് ബാങ്കിലോ മാത്രം ഒതുങ്ങിയിട്ടില്ല. ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് മുന്നിൽ വെച്ച മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ നിലനിൽപ്പിനുള്ള ഒരു നൈതിക അടിത്തറയായിരുന്നു. ഭരണകൂടം മതത്തോട് അകലത്തിൽ നിൽക്കണം. ഭരണത്തിന്റെ കേന്ദ്രത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശവും ബഹുമാനവും ഉറപ്പാക്കണം.
സമൂഹത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ നേരിടാം. ഇതാണ് നെഹ്റുവിയൻ രാഷ്ട്രീയത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ പെരുമാറ്റച്ചട്ടത്തിന് അധിക പ്രാധാന്യമുള്ളത്. അധികാരത്തിലുള്ള ഒരാളുടെ ഓരോ പൊതു നീക്കവും പാർട്ടിയുടെ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതിൽ രാഷ്ട്രീയ സൗകര്യത്തിനു വേണ്ടി മതേതരത്വത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പ്രതീതി പോലും ഉണ്ടാകരുത്. സമൂഹത്തിൽ വിഭജനവും അവിശ്വാസവും വളർത്തുന്ന ശക്തികളോട് രാഷ്ട്രീയ അടുപ്പം കാണിക്കുന്നതും അതിന് പൊതു സ്വീകാര്യത നൽകുന്നതും കോൺഗ്രസിന്റെ അടിസ്ഥാന പാരമ്പര്യത്തോട് ചേർന്നു നിൽക്കുന്ന സമീപനമല്ല. ഫാസിസത്തിനും വർഗീയതയ്ക്കുമെതിരെ രാജ്യത്താകെ നടക്കുന്ന പ്രതിരോധങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും തെരുവിലുണ്ട്. അവർ വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണഘടനയുടെ ആത്മാവിനെയുമാണ്. ആ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് മുതിർന്ന നേതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ്. അവരുടെ ഓരോ രാഷ്ട്രീയ നീക്കവും തീരുമാനവും സാധാരണ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാകരുത്. കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം എന്നും വൈവിധ്യത്തെ സ്വീകരിക്കുകയും വിദ്വേഷത്തെ പ്രതിരോധിക്കുകയും ചെയ്തതാണ്. ആ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തേണ്ട സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ സാമൂഹ്യ വിഭജനത്തെ സാധൂകരിക്കാൻ ഇടയാക്കുന്ന സന്ദേശങ്ങൾ ഒഴിവാക്കുകയും മതേതര ഇന്ത്യ എന്ന ആശയത്തെ കൂടുതൽ ഉറച്ച ശബ്ദത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇന്ന് കൂടുതൽ വലുതാണ്. അധികാരം താൽക്കാലികമാണ്, പക്ഷെ ഒരു നേതാവ് സമൂഹത്തിന് നൽകുന്ന രാഷ്ട്രീയ സന്ദേശങ്ങളും അവർ സംരക്ഷിക്കുന്ന മൂല്യങ്ങളും തന്നെയാണ് ചരിത്രം ഓർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു നീക്കത്തിലേക്ക് ബിന്ദുകൃഷ്ണ പോകരുതായിരുന്നുവെന്നും ഇത് കനത്ത തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇതിനടിയിൽ നിരവധി പേർ ബിന്ദുകൃഷ്ണയെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ ചീത്ത വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം മുഖ്യമന്ത്രി വി ഡി സതീശൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള എതിർ ശബ്ദങ്ങൾ പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ ചാനലുകളിലെ വക്താവായിട്ടുള്ള അനൂപ് വി ആർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക. തുഷാർ വെള്ളാപ്പള്ളിയെ SNDP യോഗത്തിന് പ്രതിനിധിയായി ചർച്ചയ്ക്ക് നിയോഗിച്ചപ്പോൾ NSS നേതൃത്വം NDA ഘടകകക്ഷി നേതാവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. സീനിയർ വെള്ളാപ്പള്ളി ആയാലും ജൂനിയർ വെള്ളാപ്പള്ളി ആയാലും ചർച്ചയ്ക്കിരുത്തി ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ആരുടെ ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവർ വെള്ളാപ്പള്ളിമാരുടെ വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലം കൂടിയാണ് ഇന്നത്തെ ഈ അധികാരമെന്ന് ബന്ധപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് വി ആർ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഈ നീക്കത്തെ. ഇനി മറ്റൊരു പോസ്റ്റ് നോക്കുക. ഫസലു മുണ്ടോട്ടിന്റെ വെള്ളാപ്പള്ളിയെ കണ്ട മന്ത്രി ബിന്ദുവിനെതിരെ വ്യാപകമായ വിമർശനം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അണികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഇനിയുള്ള കാലം അതിനെ ന്യായീകരിക്കാൻ UDF പ്രവർത്തകരെ കിട്ടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. നിങ്ങളൊക്കെ നേതാവായും മന്ത്രിമാരായും നടക്കുന്നത് ഈ അണികളുടെ പിൻബലത്തിലാണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. പിണറായി വിജയന് വേണ്ടി CPM പ്രവർത്തകർ ന്യായീകരിക്കുന്ന പോലെ ഒരു UDF പ്രവർത്തകനും ന്യായീകരിക്കുമെന്ന് ഒരു നേതാവും സ്വപ്നം കാണണ്ട എന്നാണ് പറയുന്നത്. അതായത് രൂക്ഷമായ വിമർശനം തന്നെ ബിന്ദുകൃഷ്ണക്കെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികളെ തുരത്തും, അല്ലെങ്കിൽ ഇത്തരം വർഗീയ സ്വത്വങ്ങളെ ഒരിക്കലും അംഗീകരിക്കുകയില്ല, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളുടെ വലിയ തോതിലുള്ള വോട്ട് ബാങ്ക് ഏകീകരണം നടത്തി അധികാരത്തിലേറിയവർ ഒടുവിൽ ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന വിധത്തിൽ ഇമാതിരി ആളുകളുടെ അടുത്ത് കാലിൽ വീഴുന്നത് കാണുമ്പോൾ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ നിന്ന് ഉയരുന്നത്. ഇപ്പൊ BJP ഒക്കെ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ പോലെ PC ജോർജിനെ പോലുള്ളവരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നിലപാടാണ്. തുടക്കം മുതലേ അത് തന്നെയാണ് അവരുടെ നിലപാട്. ഇവിടെ ഒരു വശത്ത് വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കാതിരിക്കുകയും വെള്ളാപ്പള്ളി നടേശന് ശക്തമായ നിലപാടെടുക്കുകയും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് അധികാരത്തിലേറിയതിനു ശേഷം ഇവരുടെയൊക്കെ താങ്ങി അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന സമീപനം, അല്ലെങ്കിൽ അവരെയൊക്കെ താണ് വീണ് വണങ്ങി എന്തോ വലിയ സംഭവങ്ങളാണെന്ന മട്ടിൽ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസിന് എത്രത്തോളം ഭൂഷണമാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇത് കോൺഗ്രസിന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നും അല്ലെങ്കിൽ വലിയ തോതിൽ UDF മുന്നണിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.